ലണ്ടനിലുള്ള ത്രോൺസ് നെക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജാട്ടോ അത്. ഇതേപോലത്തെ ബ്രിഡ്ജുകൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, ദുബായിലും എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനത്തെ ബ്രിഡ്ജുകൾ. എത്ര 20 എത്രയെന്ന് അറിയാം കറക്റ്റ്. നമ്മൾ ഈസി പാസ് ആയിട്ട് കറക്റ്റ് അറിയില്ല. Prepare to bear left. പോണത് അലീന താമസിക്കുന്ന സ്ഥലത്തേക്കാട്ടാ പോണത്. ഞങ്ങള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നല്ല ട്രാഫിക് ഉണ്ട് കേട്ടാ. നാട്ടിൽ മാത്രമല്ല കേട്ടോ ട്രാഫിക്, ഇവിടെ ഇരുന്നാലും നല്ല ട്രാഫിക് കിട്ടും. ചില സമയത്തൊക്കെ നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. എന്നായിരുന്നാലും ഇപ്പൊ രാവിലെ നേരമുള്ളൂ, അപ്പൊ എല്ലാവരും ഓഫീസ് ടൈമൊക്കെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കാ പോകും. അപ്പൊ അങ്ങനെ ഞങ്ങള് നല്ല ട്രാഫിക്കിൽ വിട്ടെടുക്കാട്ടാ. നിറച്ചും വണ്ടികളാണ്, എല്ലാരും വലിയ വലിയ ട്രക്കുകളാട്ടാ. ശരിക്കും ഞങ്ങള് ട്രാഫിക്ക് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ വെളുപ്പിന് തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്, 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ ഞങ്ങള് എല്ലാരും കഴിഞ്ഞ് പിന്നെ നമ്മുടെ കോഴീനെയൊക്കെ നോക്കലും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ നമ്മളൊരു 6:30. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. ചെറിയ വണ്ടികളൊക്കെ കുറവാട്ടാ, എല്ലാരും വലിയ വലിയ ട്രക്കുകള്. ട്രാഫിക്കില്ലെങ്കിൽ സുഖമാണല്ലോ ഓടിക്കാൻ വേണ്ടിട്ട്. ട്രാഫിക്കിലാ സുഖം അല്ലേ? ഓക്കെ, വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാ, ട്രാഫിക്കിലാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് സുഖാട്ടാ പോൾസേട്ടന്. ഇത് ഭയങ്കര ട്രാഫിക്കായി പോയില്ല പോൾസേട്ടൻ. ട്രക്കുകാരെ എനിക്ക് തോന്നുന്നു രാത്രി ഉറക്കം കഴിഞ്ഞാൽ അറിയുന്നിട്ട് എന്താന്ന്. സാധാരണ രാത്രിയല്ലേ പോൾസേട്ട ട്രക്കുകൾ കൂടുതൽ പോണേ? പോൾസേട്ട ഉറക്കം വന്നു തുടങ്ങി. ട്രാഫിക് ആകുമ്പോ കുഴപ്പമില്ല, ഉറങ്ങിയും വണ്ടി ഓടിക്കാം. അവിടെ മുകളില് അവിടെ ഒരു ബിൽഡിങ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പഴയ മോഡലൊരു ബിൽഡിങ്, എനിക്ക് അത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മള് ട്രാഫിക്കില് പെട്ടിട്ട് ഇപ്പൊ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, ജോർജ് വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടെ അതിന് മുമ്പായിട്ട് നമ്മൾ എക്സിറ്റ് എടുത്ത് പോകും. സാധാരണ ഇവിടെ ബ്രിഡ്ജുകളുടെ ഒക്കെ അടുത്തെത്താറാകുമ്പോഴാണ് ഭയങ്കര ട്രാഫിക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാഫിക് നന്നായിട്ടുണ്ട്. അവിടെ മുകളിൽ നിൽക്കുന്നത് ട്രെയിനാട്ടാ. ട്രെയിൻ അവിടെ നിർത്തിയിട്ടേക്കാണ്. അത് പോയി. ആ വണ്ടിയിൽ പോണത് നമ്മൾ വീടുകളൊക്കെ പണിയാനുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ പോണത്.
പലതരത്തിലുള്ള വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ട്രക്കുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ട്രാഫിക്കിൽ പെട്ടിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇതേപോലെ നമ്മൾ ട്രാഫിക്കിലായിട്ട് 1 മണിക്കൂർ ആവറായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ പെട്ടിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളേ പതിക്കുന്ന വണ്ടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ട്രാഫിക്കാ. രാവിലെയും പിന്നെ വൈകുന്നേരവും നമ്മൾ എവിടേക്കുള്ളൊക്കെ യാത്രയ്ക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ട്രാഫിക് കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു 10 മണി കഴിഞ്ഞിട്ട് ഒരു 2 മണി വരെ അത്രയ്ക്ക് ട്രാഫിക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും. അതായത് മോട്ടോർ സൈക്കിൾ പോകണുണ്ടല്ലേ. ഇവിടെ മോട്ടോർ സൈക്കിളുള്ള ആൾക്കാർ ഓടിക്കൽ വളരെ കുറവാട്ടാ. ഇതിപ്പോൾ സമ്മറായി തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ റെയറായിട്ട് ഇങ്ങനെ കാണുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോണവരാണ്. ഇതിങ്ങനെ എപ്പോഴും കാണാറില്ല കേട്ടോ. അത് നല്ല സ്റ്റൈല് ഭംഗിയുള്ള മോട്ടോർ സൈക്കിളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സമ്മറൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ നല്ല രസമാണ് അത് അവർ ഓടിക്കുന്നത് കാണാനൊക്കെ വേണ്ടിയിട്ട്. പ്രത്യേക ടൈപ്പ് ഒരു ബൈക്കൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ എപ്പോഴും നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു ആൾക്കാർ അങ്ങനെ ബൈക്കിൽ അങ്ങനെ പോണത് അങ്ങനെ കണ്ടിട്ടില്ല. ഇതിവിടെ ഒരു വണ്ടിയുടെ ബാക്കിൽ നിറച്ച് വലിയ എന്തോ ഒരു വലിയ കവറിൻ്റെ ഉള്ളിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. തോന്നണത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ നമ്മളിവിടെ ഇട്ടതിൻ്റെ അതിനെ എനിക്ക് തോന്നുന്നു ഇതിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുപോകണ്ടാന്ന് തോന്നുന്നു അല്ലേ. റീസൈക്ലിങ്ങിന് കൊണ്ടുപോകണ്ടാന്ന് തോന്നണു അതിനകത്ത് കണ്ടിട്ട്. അല്ല പൊളിച്ചിട്ട് അതിനകത്ത് വേറെന്തോ ട്രാഷാന്ന് തോന്നുന്നു അതിനകത്ത്. എന്തോ സാധനം കുറച്ച് പൊട്ടിയിട്ടുണ്ട്. എന്തോ ട്രാഷ് പോലെ കണ്ട് എന്തോ സാധനങ്ങൾ കൊണ്ടുപോകണ്ട. ഈ വണ്ടിയുടെ ബാക്കിൽ എന്താ പൊളിച്ചിട്ടാ പച്ച സാധനം? ബാറ്ററി ബാക്കപ്പ് ലേറ്റ് എത്തിക്കാൻ. ഓ ഓക്കെ ഓക്കെ. ലൈറ്റ് എന്തിനാ കത്തിക്കണേ? റോഡ് പണി നടക്കുമ്പോഴേ രാത്രി. ഓ ഓ ഒരു ബ്രിഡ്ജിൻ്റെ അടിഭാഗമായിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പറ്റിയില്ല, തിരിഞ്ഞു പോയി. ഇപ്പം ഞങ്ങളുടെ ട്രാഫിക്കൊക്കെ മാറിയിട്ടാ. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് ഏരിയ തറയോ എത്തിയില്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നുണ്ട്. ഇനി ഇവിടെ നമുക്കിവിടെ ഒരു സർവീസ് ഏരിയ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ സർവീസ് ഏരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും. പിന്നെ നമുക്ക് നല്ല ഇതുണ്ടാവും, നല്ല ബാത്റൂമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലോ. അപ്പോൾ നമ്മളിവിടെ കയറി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇത് ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റോഡ് സൈഡിലൊന്നും കടകളൊന്നും കാണില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പോകേണ്ടി വരും. നമ്മൾക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കടയിലൊക്കെ കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എക്സിറ്റ് എടുത്ത് പോകണം. ഇത് നമ്മൾ ഹൈവേയിൽ തന്നെ ഇങ്ങനെ സർവീസ് ഏരിയ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് സാധാരണ ഇങ്ങനെ ട്രിപ്പ്, ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകണവർ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോയിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ഞാൻ രണ്ടേക്ക് ബാത്റൂമിൽ പോകണം. They're gonna think I'm in America for the first time.
Everyone convinced me to not put on black eyeliner. നമ്മുടെ നീനയും പിന്നെ അലീനയും ഇവിടെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് അതിനുണ്ട് നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ സർവീസ് ഏരിയയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അലീനയുടെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടെ കീ എത്ര മണിക്ക് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നൈയിലും വിളിച്ച് പറയാൻ പറഞ്ഞു. Follow the road for 24 miles. ഈ മപ്പിന്റെ കൂടെ ഈ സുഗർ ചേർത്ത് ഇനി നമ്മള് അടുത്ത വേറൊരു ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിട്ട് പോകട്ടാ. ഈ ബ്രിഡ്ജിന്റെ പേര് കോമോ ബ്രിഡ്ജ് ആട്ടാ. ഇതിന്റെ പേര് ആദ്യം ടെപ്പാൻസി ബ്രിഡ്ജ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പേര് മാറ്റിയതാട്ടാ, കോമോ ബ്രിഡ്ജ് എന്നാക്കിയതാണ്. കോമോ എന്ന് പറഞ്ഞാൽ അയാള് നമ്മുടെ അടുത്ത ന്യൂയോർക്കിലെ ഒരു മേയറായിരുന്നു കേട്ടെ. ഇപ്പൊ നമ്മള് അപ്സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് കിടക്കാട്ടാ. ന്യൂയോർക്കിൽ തന്നെ ഉള്ളതാണ് അപ്സ്റ്റേറ്റ്. അപ്സ്റ്റേറ്റ് എന്ന് പറയുമ്പോണ്ടല്ലോ അങ്ങോട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോവാ. അപ്പോൾ ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ നയാഗ്ര ഫാൾസ് അതൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡ. അപ്പോൾ പിന്നെ അപ്സ്റ്റേറ്റിലേക്കാണ് പോകുമ്പോഴുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. അതാണ് നമ്മുടെ കോമോ ബ്രിഡ്ജ്. ഇത് വേറൊരു സ്റ്റൈലാട്ടത്. ഇത് പുതിയ ബ്രിഡ്ജാണോ പോൾസട്ട്? അത് പുതിയ ബ്രിഡ്ജല്ലേ. ആദ്യം നമ്മള് ഇതിലെ വരുമ്പോ ഇതേപോലെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ആണെങ്കിലും ബ്രിഡ്ജ് മാത്രമായിരുന്നു അല്ലേ. അത് പഴയ സ്റ്റൈൽ ഒരു ബ്രിഡ്ജായിരുന്നു. ഇപ്പോഴാണ് ഇതിങ്ങനെ ഇത് പുതിയ ബ്രിഡ്ജാക്കിയത്. നല്ല രസമാട്ടെ. ഇതിന്റെ അവിടേക്ക് നിറച്ചിങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അത്ര ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നല്ല രസം. അവിടെ ഇങ്ങനെ വീടുകൾ കാണണില്ലേ, നിറച്ച് വീടുകളാണ് അവിടെ സൈഡില്. അപ്പൊ ഇതാണ് നമ്മുടെ കോമോ ബ്രിഡ്ജ്. ഇതിനോട് ചേർന്നിട്ട് കുറേ വീടുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ. നല്ല സൂപ്പർ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇലയുടെ കളർ മാറുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമായിരിക്കും. ആ വെള്ള കളറിലൊക്കെ കാണില്ല, അതൊക്കെ വീടുകളാട്ടാ. പിന്നെ ട്രോളില്ലേ പോൾസട്ടെ? ട്രോളില്ലേ? ഇവിടെ എല്ലാ ബ്രിഡ്ജുകൾക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ട്രോൾ ഉണ്ട് കേട്ടോ. ഇവിടെ ആദ്യം ട്രോള് പിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ സ്ഥലത്ത് ഉണ്ടാവാറുണ്ട്, നമ്മുടെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈസി പാസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഇതുണ്ട്. അത് നമ്മുടെ ഈ വണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അത് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്യും. പക്ഷെ ഇപ്പൊ ട്രോള് പിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാരും നമ്മുടെ വണ്ടിയുടെ നമ്പർ സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ വണ്ടി ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലേക്ക് അത് നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇപ്പൊ അങ്ങനെ ഒറ്റ ബ്രിഡ്ജിന്റെ അവിടെയും ഇപ്പൊ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല ട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈസി പാസ് ഉള്ളതുകൊണ്ട് നമ്മളിത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈസി പാസ് വഴി ഇവിടെ മുകളിലൊരു ആരോ പോലെ സാധനം വെച്ചിട്ട് കഴിഞ്ഞു പോയി. അതല്ലേ പോൾസട്ടാ സ്കാൻ ചെയ്യുന്നത്? അതല്ലേ സ്കാൻ ചെയ്യുന്ന സാധനം എവിടെയായിരുന്നു കഴിഞ്ഞ തുടക്കത്തിലായിരിക്കണേ. ഓക്കെ, ഒരു കമ്പിയും എങ്ങനെ ഉണ്ടാവും നമ്മൾ കണ്ടില്ല കേട്ടോ. നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ടേക്ക് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും കൂടുതൽ കാണാൻ. അവിടെയൊക്കെ ഇങ്ങനെ കമ്പനികളോ അങ്ങനത്തെ അതൊക്കെ കുറവായിരിക്കും. അവിടെ കൂടുതലും ആൾക്കാർ ഈ ഫാമൊക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല രസമാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കട്ടെ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ ഉണ്ട് അലീനയുടെ കോളേജിൻ്റെ അവിടേക്ക്. പക്ഷെ ട്രാഫിക്കൊക്കെ ആകുമ്പോൾ നമ്മളെങ്ങനെയും ഒരു 4-5 മണിക്കൂർ എടുക്കും നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ട്രാഫിക് ഉണ്ടാവില്ല കേട്ടോ. നേരത്തെ ഭയങ്കര ട്രാഫിക് കാണിച്ചത് നമ്മൾ ന്യൂയോർക്കിൽ ആയിരുന്നു. അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡിലേക്ക് വണ്ടികളൊക്കെ തീരെ കുറവായിരിക്കും.
ഇവിടെ സമയം 9:15 ആയിട്ടുണ്ട് കേട്ടാ. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു 6:30 ആയിപ്പല്ലേ പോൾസെട്ട് നമ്മൾ ഇറങ്ങിയത്. നമ്മള് വീട്ടിൽ നിന്ന് ഒരു 6:30 ആയിപ്പാണ് ഇറങ്ങിയത്. ഇപ്പൊ 9:15 ആയിട്ടുണ്ട്. ഇതാട്ടാ ട്രോളിന്റെ സാധനം വെച്ചേക്കുന്നുണ്ട്. അതെന്തിന്റെ ട്രോളാ പോൾസെട്ടാ? ഇനി വേറെ പിടിച്ചു വരുന്നില്ലല്ലോ. റോഡിനും ട്രോളുണ്ട്. റോഡിന്റെ ട്രോളാണ് വെച്ചേക്കുന്നത്, ബ്രിഡ്ജിന് മാത്രല്ല ട്രോള്. അതായത് നമുക്ക് വീട്ടിലേക്കാണ്ട് വന്നോളൂ. പക്ഷെ ഇവിടെ നമ്മൾ പൈസ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഇവിടെ നല്ല ഈ സ്നോ ഒക്കെ വീഴുന്ന സമയത്തുണ്ടല്ലോ ഇവിടുത്തെ റോഡുകൾ പെട്ടെന്ന് കേടുവരും. പെട്ടെന്ന് കേടുവരുന്ന വെച്ചാൽ ആ സമയത്ത് റോഡിലേക്ക് ഉപ്പ് ഇടൂലോ, ഐസ് ഇങ്ങനെ മെൽറ്റ് ആവാനും അല്ലെങ്കിൽ വണ്ടികളൊക്കെ സ്ലിപ്പാവും. അപ്പൊ റോഡിലേക്ക് എപ്പോഴും ആ സമയത്ത് ഉപ്പിടുമ്പോൾ റോഡുകൾ പെട്ടെന്ന് കേടാവും. എന്നാലും പെട്ടെന്ന് തന്നെ എല്ലാവരും ശരിയാക്കൂട്ടാ. Bear left. അവിടെ ബോർഡ് കണ്ടില്ലേ, അവിടെ നിന്ന് ഈ വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ജേഴ്സിക്ക് പോവാം. ഇതിപ്പോ നമ്മൾ പോണത് ആൽബനിക്കാ പോണത്. അപ്പൊ നമുക്ക് ഈ വഴി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായി തുടങ്ങട്ടെ. ഇപ്പൊ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. നിറച്ചിങ്ങനെ കുന്നുകളൊക്കെ പോലെ കണ്ടില്ലേ. Prepare to bear left. ഒരു ബിൽഡിംഗ് നിൽക്കാണ്ടല്ലേ, അത് എന്തോ ഒരു ഇതല്ലേ പോൾസെട്ടാ, ചൈനക്കാരുടെ എന്തോ തന്നോണല്ലേ അത്. ചൈനക്കാരുടെ ഒരു അമ്പലമാട്ടത്, അതിന്റെ മുകളിൽ നിൽക്കണത്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ പോണ വഴിക്ക് ഈ റോഡിന്റെ 2 സൈഡിൽ ഇങ്ങനെ നിറച്ചും പാറകൾ കാണാം. കണ്ട ഇത് നമ്മള് സ്നോ ഒക്കെ വീഴുന്ന സമയത്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വരുമ്പോ നല്ല രസമായിരിക്കും. കണ്ടില്ലേ. In a half a mile, bear left and continue following I-87 north toward New York State Thruway North. ഇവിടെ അധികം പാറ കണ്ടില്ല. ചില സ്ഥലത്ത് നമ്മൾ കുറേ ഏരിയ അതിങ്ങനെ പാറ കാണാം. എന്നിട്ട് അതിങ്ങനെ റോഡിലേക്ക് അതിന്റെ കല്ലുകളൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവരിങ്ങനെ വലയൊക്കെ പോലെ ഇട്ടേക്കുന്നത് കാണാം. മിക്കപ്പോഴും നമ്മളിതില് പോകുമ്പോ അതിൽ കൂടെ ഇങ്ങനെ വെള്ളാക്കി ഇങ്ങനെ പാറയുടെ ഉള്ളിൽ കൂടെ വെള്ളാക്കി വരില്ലേ, അങ്ങനെയൊക്കെ കാണാറുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോ അത് വരും. ഇതിപ്പോ നോക്കിക്കേ നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ 2 കൂടാരം പോലെ സാധനങ്ങള് നിക്കണണ്ടില്ലേ, നോഹയുടെ പേടകം പോലെ. അതിന്റെ ഉള്ളില് ഉപ്പുകള് സ്റ്റോർ ചെയ്യണ സ്ഥലമായിട്ടത്. ഇവിടെ സ്നോ വരുമ്പോ റോഡിലേക്ക് ഉപ്പിടുന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഉള്ളില് ഉപ്പ് സ്റ്റോർ ചെയ്യണ സ്ഥലമാണ് കണ്ടത്. ഇവിടെ വേറെ സർവീസ് ഏരിയ എന്ന് പറഞ്ഞ് കാണിക്കണില്ലേ, നമ്മള് നേരത്തെ സർവീസ് ഏരിയയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ. ഈ 32 മൈൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് ഏരിയ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നോക്കിയേ, ഇതും പാറകൾ നോക്കിയേ, ഇത് ഫുള്ള് വലയിട്ടിട്ടുണ്ട് കേട്ടാ. നമുക്ക് അത്രയ്ക്ക് അടുത്താ കാണാൻ, നോക്കുമ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ വലയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ കല്ലൊക്കെ എങ്ങനെ തീർച്ചാലോ. ഇവിടെ എഴുതി വെച്ചാണ്ടില്ലേ, ഈസി പാസ് ഓർ ടോൾ ബില്ലഡ് ബൈ മെയിൽ. ഇതാണ് ഇതിന്റെ ഇവിടെയാണ് ഇനി ട്രോളിന്റെ അത് വരുന്നത്. നേരത്തെ അവിടെ സ്കാൻ ചെയ്യണ പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നോ ക്യാഷ്. ആദ്യം നമ്മൾക്ക് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ കുറേ മാന കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2-3 സ്ഥലത്ത് ഞാൻ കൂട്ടായിട്ട് മാന കണ്ടു. പക്ഷെ ഞാൻ ക്യാമറ എടുത്ത് വരുമ്പോഴേക്കും വണ്ടി ഭയങ്കര സ്പീഡിലാണല്ലോ പോണത്. അപ്പോഴേക്കും വണ്ടി നീങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുറേ മാന കാണും നമ്മള്. അതെ ഇവിടെ കേട്ടാ സ്കാൻ ചെയ്യണം സാധനം. മറ്റോടത്ത് നമ്മള് ഈ റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലമായിരുന്നു അല്ലേ പോൾസെട്ട അത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയാണ് നമ്മളതിനകത്ത് സ്കാൻ ചെയ്തത്. ഇതല്ലേ അപ്പൊ
നമ്മൾ പോണത് ബീഹാംടണിലേക്കാട്ടാ പോണത്. അലീന പഠിക്കുന്നത് ബീഹാംടൺ യൂണിവേഴ്സിറ്റിയിലാട്ടാ അലീന പഠിക്കുന്നത്. ഇപ്പൊ അവിടെ 2 മാന റോഡിന്റെ സൈഡിൽ ഇടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ല, അപ്പോൾ തന്നെ കണ്ടത്. ഞാൻ ഫോണിൽ നോക്കിയിരിക്കായിരുന്നു. ഞാൻ കുറെ നേരം നോക്കിയിരുന്നു മാന കാണാൻ വേണ്ടിട്ട്, പക്ഷേ കണ്ടില്ല. ഇനി അടുത്തത് വരുമ്പോ എന്തായിരുന്നാലും കാണുമെന്ന് വിചാരിക്കണം. ഇവിടെ നിന്നുണ്ടല്ലോ ഈ റോഡ് മാനുകൾ എപ്പോഴും രാത്രി അല്ലെങ്കിൽ രാവിലെ നേരത്തേക്ക് പല സമയത്ത് ക്രോസ് ചെയ്യും, കൂടുതൽ ആ സമയത്തൊക്കെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ റോഡിലൊക്കെ ഇങ്ങനെ മാനുകൾ നമ്മൾ മിക്കപ്പോഴും പോകുമ്പോൾ മാനുകൾ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ അവിടെ 2 മാനോടെ ഇടിച്ച് കിടക്കണ്ടായിരുന്നു പറയുന്നത് പോൾസണ്ട്. ഈ മാന് നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല കേട്ടോ. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മള് നീനയുടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് 8:30 നീനയുടെ സ്കൂളിൽ എത്തണമായിരുന്നു. അലീനയാണ് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ നമ്മള് പോണ വഴിക്ക് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നീനയുടെ സ്കൂൾ കേട്ടോ. പക്ഷെ അവിടേക്ക് നിറച്ച് വീടുകളാണ്, അങ്ങനെ കാടൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ മാനുകളൊക്കെ ഈ സമയമാകുമ്പോൾ ഇവിടേക്ക് ന്യൂയോർക്കിൽ കണ്ട മാനുണ്ട് മാനുകൾ. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വന്ന് അപ്പോഴേക്ക് അലീന പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചു. അപ്പോഴേക്കും മാന അങ്ങോട്ട് പിന്നിലേക്ക് അങ്ങോട്ട് നീങ്ങി. അല്ലെങ്കിൽ വണ്ടിയുമ്പോൾ തട്ടിയാൽ ഇവർ ഭയങ്കര ഫോഴ്സിൽ അങ്ങോട്ട് ഓടുമ്പോഴുണ്ടല്ലോ, നമ്മുടെ വണ്ടിയുമ്പോൾ ഒന്ന് തട്ടുമ്പോൾ നമ്മുടെ കൺട്രോളും പോവും, വണ്ടിക്ക് നല്ല ഡാമേജ് വരികയും ചെയ്യും. നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വണ്ടി ശരിയാക്കേണ്ടി വരും. കിടക്കണ ഒരു മാന ഇടിച്ചിട്ടുണ്ട് കണ്ട, എൻ്റെ ബ്ലഡ് മൊത്തം പോയി കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. വേറെ ഞങ്ങൾ വരുന്നോടി രണ്ടെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണോടി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആമയല്ല, എന്നൊരു സാധനം തന്നെ. ഇവിടെ നമ്മളിപ്പോ 2-3 ആമേനെ കണ്ടിട്ടാ. നേരത്തെ കണ്ടു ഒരു ആമേന, വലിയ ടൈപ്പ് ആമയാട്ടാ. ഇവിടെ ആമയുണ്ടെന്ന് തോന്നണം, വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അലീന പറയണ്ടായിരുന്നു റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു ആമ ഇടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഇടിക്കില്ല, വണ്ടി വണ്ടി കേറി പോണല്ലോ, അതിനെ വണ്ടി തട്ടിന്നല്ലേ പറയാം നമ്മള്. വണ്ടി കേറിയതാട്ടോ, വണ്ടി ഇടിച്ചതല്ലാന്ന് പറഞ്ഞപ്പോൾ ആമക്കൊന്നും പറ്റില്ല. ഇല്ല, ആമ ചത്തു. അനങ്ങി പിടിച്ച് വരുമ്പോ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അവർക്ക്. ഇനി എത്ര സമയമുണ്ട് പോൾസോടെ? എത്ര മൈലുണ്ട് ടോട്ടൽ? എത്ര മൈലാ? 220 മൈല്. അപ്പൊ കിലോമീറ്റർ ആകുമ്പോ എത്ര കിലോമീറ്റർ ഉണ്ട്? 350 കിലോമീറ്ററാ. മൈൽ എത്ര പറഞ്ഞ പോൾസോടെ? 1.65. ഓ 1.65. ഓക്കെ. അപ്പൊ കിലോമീറ്റർ 350 350 അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് അലീനയുടെ അവിടേക്ക് നമുക്ക് 350 മൈലായിട്ടുള്ളത്. ഇവിടെ കിലോമീറ്റർ, ഇവിടെ മൈലല്ല കിലോമീറ്റർ. 350 കിലോമീറ്റർ ഇവിടെ മൈലാണ് പറയുന്നത്. ഇനി എത്ര ഇതുണ്ടെന്നുണ്ട് മൈല്? 100 മൈല്. 165 കിലോമീറ്ററും കൂടിയിട്ടുണ്ട് കേട്ടോ. കിടക്കണ ഒരു മാനിട്ട് ചേർത്ത് കണ്ട, എന്റെ ബ്ലഡ് മൊത്തം അവിടെ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടോന്ന് അറിയില്ല, അത് അവിടെ സൈഡിൽ എന്നെ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പർപ്പിള് പൂ നീക്കണാട്ടില്ലേ? അവിടെ ഒരു മരത്തുമ്മ നിറച്ചും പർപ്പിള് പൂ ഉണ്ടായി നിൽക്കണാട്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അവിടെ ഞാൻ ഉണ്ടായത്, കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളിനെ? ഇത് നോക്കിക്കാൻ മരത്തുമ്മ നിറച്ചുണ്ടായി നിൽക്കണുണ്ട്. അതവിടെ നിന്ന് ഷെയ്ഡ് അടിക്കുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടുത്തെ പൂവൊക്കെ അത് പോയിട്ടാ. ഇവിടെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇലകളൊക്കെ കൊഴിയുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇവിടെ ഏറ്റവും ആദ്യം കൊഴിയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങുള്ളൂ. ഇവിടെ സ്നോയുടെ ടൈമിലൊക്കെ ആയിരുന്നാലും മിക്ക ദിവസങ്ങളിലും ഇവിടെ ഐസ് വീണുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ പൂവ് ഇവിടെ ഇപ്പോൾ വിരിഞ്ഞു വന്നിട്ടുള്ളൂ. നമ്മുടെ അവിടെയൊക്കെ ആ പൂവ് വിരിഞ്ഞിട്ട് ആ പൂവൊക്കെ താഴെ വീണ് കഴിഞ്ഞു. ഒരു മന അവിടെ ഇടിച്ചു കിടക്കണുണ്ടായിരുന്നു. ക്യാമറ എടുത്തപ്പോഴേക്ക് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ. ആ സമയം എപ്പോഴാണ് മാന കണ്ടത് അവിടെ.
നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മരങ്ങൾ ഇവിടെ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് അതിന്റെ മാത്രമായിട്ട് ഇങ്ങനെ കാട് പോൾസേറിന് പുറമേ എടുത്ത് തുടങ്ങി. അലീനെ വിളിക്കുന്നുണ്ട്. ഇത് ഇവിടേക്ക് നിൽക്കണുണ്ട് ക്രിസ്മസ് ട്രീ പോലെയുള്ള മരങ്ങളാട്ടോ ഇതിനകത്ത് നിറച്ച് നിൽക്കണത്. പോൾസേറിന്റെ വണ്ടി ഓടിച്ച് ടയർഡായി എന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര മണിക്കൂറായി പോൾസേറിന്റെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? കുറേ ഉണ്ടല്ലോ, 5 മണിക്കൂറായിട്ടുണ്ട് പോൾസേറിന്റെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ഇനി അലീനയാണ് ഇനി മാറി എന്നിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇവിടെ നോക്കിക്ക് എന്ത് ഭംഗിയാ നോക്കിക്ക്, നല്ല രസമുണ്ട് കേട്ടോ. ആ ഇനി നമുക്ക് വേറെ സ്ഥലം കിട്ടിയാൽ നിർത്താം. ഇവരൊക്കെയുള്ള വണ്ടി ഓടിക്കാനുള്ളതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. പോൾസേട്ടനെ ഓടിക്കും, അലീനെ ഓടിക്കും, നീയ ഓടിക്കും. പിന്നെ നീന കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നീന ഓടിക്കും. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. അയ്യോ ഭയങ്കര ഭംഗിയ. ഇലകളൊക്കെ പുതിയ ഇലകൾ വരുന്നതാണല്ലോ. അപ്പൊ ചില സ്ഥലത്തൊക്കെ ഇലയുടെ കളർ ഉണ്ടല്ലോ. ഇവിടേക്ക് നോക്കിക്ക് നല്ല തത്തമ്മ പച്ച കളറായിട്ടാ, നല്ല ഭംഗിയുണ്ട്. ഈ സമയവും നല്ല ഭംഗി ഉണ്ടാവും. ഇനി ഇത് ഇലയുടെ കളറൊക്കെ മാറുന്ന സമയം ഉണ്ടല്ലോ, ഫാളുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സ്നോയുടെ ടൈമിലേക്ക് ഇതിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയാണ്. അലീനയ്ക്ക് ചില സമയത്ത് വരുമ്പോൾ അലീന പറയാറുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം മരത്തിലേക്ക് മൊത്തം ഇങ്ങനെ ഐസ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല രസമുണ്ട്. റോഡ് സൈഡിൽ കുറേ കാട്ടുപൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് പോന്നപ്പോ നമ്മുടെ ആസ്പിൻകുട്ടൻ നമ്മുടെ വീട്ടിലുണ്ട്. അവന് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ബാഗ് സാധനങ്ങളൊക്കെ എടുക്കലും പിടിക്കലും കണ്ടു കഴിഞ്ഞപ്പോ അവന് മനസ്സിലായിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോവാന്നുള്ളത്. അപ്പൊ അവന് പേടിയാ നമ്മൾ പോകുമ്പോ അവനെ നമ്മള് കൊണ്ടുപോകും. അവന് യാത്ര ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ല. എന്നിട്ട് അവൻ നമ്മൾ വരുന്ന സമയത്ത് അവന് നീനയുടെ ബെഡിന്റെ അടിയിൽ പോയി ഇരിക്കുകയായിരുന്നു. അവനെ അങ്ങനെ നമ്മൾ കൊണ്ടുപോകുമെന്നാണ്. അവന് വണ്ടിയിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. എന്നിട്ട് അവൻ നമ്മൾ പോണ സമയത്ത് വന്നില്ല, അവിടെ അതിന്റെ അടിയിൽ പോയി ഇരുന്നു. എനിക്ക് സാധാരണ അങ്ങനെ അതിന്റെ അടിയിൽ പോയി ഇരിക്കില്ല, അവനെ പേടിച്ചിട്ട് അതിന്റെ അടിയിൽ പോയി ഇരുന്നതാ. പിന്നെ നമ്മുടെ മറ്റേ കുഞ്ഞു പൂച്ചയ്ക്ക് ഞാൻ അവിടെ ഫുഡ് വെച്ച് കൊടുത്ത് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ അവിടെ കണ്ടില്ല പൂച്ചേനെ. പിന്നെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാ വേറെ നമ്മള് ആളോട് പറഞ്ഞിട്ടുണ്ട്, അവർ വന്നിട്ട് ഫുഡ് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കോഴിക്കും താറാവിനും നമ്മൾ ഓട്ടോമാറ്റിക് വെള്ളം വരേണ്ടത് പോൾസേറ്റിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് കണക്ഷനെ കൊടുത്തിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് വെള്ളം ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം താറാവൊക്കെ ആകുമ്പോൾ എപ്പോഴും വെള്ളം വേണമല്ലോ. അപ്പോൾ ഈ നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റിൻ്റെ അതിനകത്ത് നമ്മുടെ ഫ്ലഷ് ഉണ്ടല്ലോ, ആ ഫ്ലഷിൻ്റെ ഒരു സിസ്റ്റമാണ് അത്. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളം വന്നിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് അത്രയ്ക്ക് വെള്ളം വന്നു കഴിയുമ്പോൾ അത് അവിടെ താനെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെള്ളത്തിന് കുഴപ്പമില്ല. അവരെന്നെങ്കിൽ നമ്മളിപ്പോൾ അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അയച്ചിട്ടുള്ളൂ. പിന്നെ ഫുഡൊക്കെ അവർക്ക് നമ്മൾ വേണ്ടത് അതിനകത്ത് നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണം. എന്നാലും നമുക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് പേടിയാണ്. നമ്മൾ ഏറ്റവും ആദ്യം ചെന്നിട്ടുണ്ടെങ്കിൽ ഓടി ചെന്ന് നോക്കുന്നത് അവരെന്നെ ആയിരിക്കും. പിള്ളേർ ആസ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ഓടും, ഞാൻ കോഴിനെ താറാവിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേഗം ചെല്ലും. മറ്റു പ്രാവശ്യം നമ്മൾ പോയിട്ട് വരുമ്പോൾ ആർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. ആസ്പിനാണെങ്കിലും ആരെങ്കിലും പിന്നെ വേറെ നമ്മളല്ലാണ്ട് വേറെ ആരും വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മളതിനെ വന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാറില്ല. അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഇരുന്നോളും. പിന്നെ അവിടെ ആകുമ്പോൾ പിന്നെ അവന് ഓടി നടക്കാനായി കുറേ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് നോക്കി ജനലേക്കൂടെയൊക്കെ നോക്കി. പിന്നെ ആള് നമ്മൾ വീട്ടിലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കൂടുതൽ നേരം ഉറക്കൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ വെള്ളിയാഴ്ച കേട്ടാ, ഇനി ഞങ്ങള് തിങ്കളാഴ്ച നമ്മള് തിരിച്ചെത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം പോണത് നമ്മൾ അലീനയുടെ അവിടേക്കാണ് പോണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നീയുടെ അവിടേക്ക് പോകട്ടെ. അതുകഴിഞ്ഞിട്ട് നമ്മളവിടെ വാഷിങ്ടൺ DC, പിന്നെ വാഷിങ്ടൺ DCയിലാണ് നീയ, അവിടേക്ക് പോകും. പിന്നെ അവിടെ വെർജീനിയ ഉണ്ട് തൊട്ടടുത്ത്, വേറൊരു സ്റ്റേറ്റാണ്, അവിടേക്ക് പോയിട്ട് നമ്മൾ വരാം. ഇനി അടുത്തത് നമ്മുടെ അലീനയാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി. നമ്മൾ ഇവിടെ ഒരു ഭയങ്കര ഇറക്കത്തിലേക്ക് ഇറക്കിയേക്കാണ് ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ആ സൈഡിൽ കൂടെ ശരി കയറ്റേണ്ടത് ഞങ്ങൾ തിരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അങ്ങനെ നമ്മള് അലീനയുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഒരു വീടിൻ്റെ അവിടെ പൂ നിൽക്കണ നോക്കിക്കേ. ഇത് വീടുകളൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഭംഗിയുള്ള പഴയ ടൈപ്പ് വീടുകളാണ്. അവിടെ ഒരു വീട് നോക്കി. അടുത്താണ്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. ഏത് അവിടെ കുറേ വീട്, അവിടെ കുറേ വീടുകളുണ്ട്. എല്ലാ വീടുകളും വെറൈറ്റി മോഡലുള്ള നല്ല രസമുള്ള വീടുകൾ. അവിടെ ഉണ്ടല്ലോ ഒരു വീട് നല്ല രസമാണ്. Prepare to turn right. In 500 feet, turn right, then turn right again. Oh my god. Turn right. Stop sign. In 500 feet, turn right, then turn right again. Turn right. വീടെത്തി. ഓക്കെ, വീടെത്തി. ബൈക്ക് കൂടെ ഇറങ്ങേ. Prepare to turn left. അപ്പോൾ ഇതായിട്ട് അലീന താമസിച്ചിരുന്ന വീട്. അപ്പോൾ ഇവരുടെ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട്. മോളി ബോക്സുകളെല്ലാം കൊണ്ടുപോകണം. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് അവർക്ക്. ഈ വലിയ ബോക്സൊക്കെ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ. വീടെല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇത് ഇതിനു മുമ്പത്തെ വന്നപ്പോൾ നമ്മൾ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീടെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ സാധനവും അവിടെ ബോക്സിലാക്കിയിട്ട് വെച്ചേക്കാണ്. കുറേ സാധനങ്ങളുണ്ട്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്രീസർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എടുത്തോ, കവർ മാത്രം കളഞ്ഞിട്ട് എടുത്തോ. ഇതാണ് നിങ്ങളുടെ ലോണ്ട്രി ഒക്കെ അല്ലേ? ഇവിടുന്ന് വരുന്ന എടുക്കാനുണ്ടോ? ഇവിടെ മോപ്പ നല്ല ഇരിക്കണ്ടല്ലോ മോളെ. നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കെന്താ? അമ്മയ്ക്ക് വേണ്ട. മക്കളെടുത്തോ. മക്കൾ മറ്റു വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ? അത് നമ്മൾ വണ്ടിയിൽ. ഓക്കെ. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കിയതാണ്. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മര്യാദയ്ക്കൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ മോളെ. ഫ്രിഡ്ജ് അത്രയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ ഉള്ളിൽ. അത് മതിയാ. മുകളിൽ വലുതുണ്ടോ നോക്കണോ? ഇതൊരു ബെഡ്റൂം. മുകളിലാ? ഇത് വേറൊരു ബെഡ്റൂം. ഇത് മുകളിൽ. അലീനയ്ക്ക് ഇവിടെ ഓടി ഓടി കയറി പരിചയമായി. ചെറിയ ചെറിയ സ്റ്റെപ്പാട്ടത്. ഭയങ്കര വീതിയുള്ള അലീന ഓടി കയറുന്ന രസമുണ്ട്. ഒക്കെ എടുത്താ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരുന്നില്ലേ? ഓക്കെ. ഹാൻഡ് സോപ്പ് അമ്മയ്ക്കുണ്ട്. അമ്മ ഉപയോഗിക്കും. പിന്നെ എന്നിട്ട് തന്നെ മറ്റേ സാധനം. അപ്പം അതാണ് ഇവരുടെ ബാത്റൂം. ഒക്കെ ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അലീനയുടെ റൂം. കുറേ സാധനം ഉണ്ടോ? ഇത് ഒറ്റ ട്രിപ്പിൽ പോകത്തില്ലേ മോളെ? വണ്ടി 2-3 പ്രാവശ്യം പോകേണ്ടി വരും. സാറല്ലേ? പപ്പനോട് വേണമെങ്കിൽ അകത്ത് കയറി ഇരിക്കാൻ പറയാം. അവിടെ ഉണ്ട്, താഴെ ഉണ്ട്. എവിടെ കണ്ടല്ലോ നമ്മൾ ടോയ്ലറ്റ് പേപ്പർ. ഇതാണ് അപ്പോൾ അലീനയുടെ സാധനങ്ങൾ.
ഇതൊക്കെ അലീനയുടെ സാധനങ്ങൾ. പിന്നെ കുറേ സാധനങ്ങൾ അവിടെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ആൾ പോന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിനി അലീനയുടെ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഇനി നീയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വെച്ചതാണ്. ഇറങ്ങി ഇപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 12:30 ആയിട്ടുണ്ടെന്ന് തോന്നിട്ടാ. നമ്മൾ 6:30 ഇപ്പോൾ ഇറങ്ങിയതാണ്. ഇത് വേറൊരു ബെഡ്റൂം, ഇത് വേറൊരു ബാത്റൂം, ഇത് വേറൊരു ബെഡ്റൂം. ഒക്കെ നല്ല എല്ലാവരും വുഡാട്ടോ. ഇവിടെ എല്ലാവരും വുഡ് തന്നെ ഇടുക. ഇനി അവിടെ ചെല്ലുമ്പോൾ പുതിയ വീട് കാണാം കേട്ടോ. റൂം, ടബ്. ആദ്യം അവിടുത്തെ ബോക്സുകൾ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകാം. അതിൻ്റെ അവസാനം കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ കുറേ ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇനി വണ്ടിയിലാക്കി നമ്മൾ അവിടെ കൊണ്ടുവന്നാക്കണം. ഇവിടെ ഇവർ 6 പേരായിട്ടാണ് താമസിച്ചിരുന്നത്. 6 പേര്. ഇവിടേക്ക് ആയിരുന്നാൽ നല്ല റെൻ്റ് ഉണ്ട് കേട്ടോ. ഓരോരുത്തർ $1000 വെച്ചിട്ട് 6 പേര് കൂടിയിട്ട് $6000 ഈ വീടിൻ്റെ വാടക. എടുത്തു നോക്കിട്ടെന്നാ സാധനങ്ങളല്ലേ കുറച്ചുകൂടെ കുറേ സാധനങ്ങൾ എടുത്ത് വയ്ക്കാനുണ്ട്. 2 ട്രിപ്പ് കൊണ്ടുവരും. കൊണ്ടുവന്ന് വെച്ചിട്ട് വരാം. കുറച്ചെന്നെ ഇവിടെ ഇരുന്നുള്ളൂല്ലേ. കഴിഞ്ഞില്ലേ വണ്ടിയിലെ? ഫോട്ടോ എല്ലാം മുഴുവൻ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അലീനയുടെ അവരുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ ലിവിങ് റൂം. ഇവിടെ തൊട്ടടുത്തടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തേക്കണം. നോക്കിക്കേ, ഇത് സാധാരണ സൈഡിങ് ആയിട്ടാണ് വെച്ച് കണ്ടേക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. വീട് റൂം. ഇന്ത്യൻസ് ലീവ് ചെയ്തേനെ? എന്താ മനസ്സിലായേ? ഓ എന്നിട്ട് പേര് വേണ്ട. വേറൊരു ബാത്റൂം. ഇവിടെ ലൈറ്റുകളൊക്കെ ഇല്ലേ? വേറൊരു ബെഡ്റൂം. ഈ ഒരു വീട്ടിൽ എനിക്ക് തോന്നണോ എത്രയും കണ്ട് 6 എത്ര ബെഡ്റൂം അലീന? ഇലക്ട്രിസിറ്റി അല്ല അമ്മ നോക്കിക്കോളാം. ആ നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ. ഇതാണ് ഇവരുടെ കിച്ചൺ വിത്ത് ഡൈനിങ് ഏരിയ. നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഫയർ പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ ഒരു കിച്ചൺ. ഇനി കുറച്ചും കൂടി സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാനുണ്ട്. നമ്മളിപ്പോൾ ഒറ്റ ട്രിപ്പിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്നത്. ഇനി ഒരു ട്രിപ്പ് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവർ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. വേറൊരു റൂം. അടുക്കള നന്നായിട്ടുണ്ട്. ഇതേത് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് എവിടെ നോട്ടിട്ട് അല്ലെ ഇതിലെ മുകളിലേക്ക് കയറിയേ? ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. ലൈറ്റ് ഉണ്ടാവും. സ്വിച്ച് ഒന്നും ഏതാന്ന് പറഞ്ഞൂടെ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. മുകളിലും ഒരു കിച്ചണുണ്ട്. 2 കിച്ചണുണ്ട് ഇതിന്. ഇവിടെ ഒരു റൂം. ഇവിടുത്തെ ലൈറ്റുകളൊക്കെ എവിടെ നിന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊന്നും വെട്ടം കാണുന്നില്ല. ലൈറ്റുകൾ എവിടെയുണ്ട്? ലൈറ്റ്
ഞാൻ മട്ടൺ ഇട്ടിട്ട് ലൈറ്റ് കത്തണില്ല. അപ്പോൾ ഇത് ഇവരുടെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറാട്ടോ. ഇവിടെയുണ്ട് ഒരു കിച്ചൺ, 2 കിച്ചണുണ്ട് ഇവിടെ. ഇത് ഇവരുടെ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടുത്തെ മുകളിൽ. ഡൈനിങ് ഏരിയ വിത്ത് ലിവിങ് റൂമാണ്. ലിവിങ് റൂം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടാണ് നമ്മൾ കിച്ചൺ നോക്കട്ടെ. ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, പിന്നെ ഇത് വേറെ കിച്ചൺ. പിന്നെ ഇവിടെ എന്നിട്ട് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട്, ടേബിളും ഇതൊക്കെ ഉണ്ട്. കറക്റ്റ് മന്തിച്ചോട്ടിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊന്നും. അപ്പുറത്ത് വേറെ വീടാണ്, അവിടെ ഒരു ഫാമിലിയാന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയ കുട്ടീനെ കണ്ടിരുന്നു. കൊച്ചി അവിടെ ബ്ലോറൊക്കെ ഓടിച്ച് വീട് ക്ലീൻ ചെയ്യണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ നമ്മുടെ പോലെ തന്നെ കിളിക്ക് ഫുഡ് കൊടുക്കുന്ന ഫീഡർ വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒരു ഫീഡർ ഇരിക്കുന്നുണ്ട്, കിളിക്ക് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ കിളീനൊന്നും കാണില്ല കേട്ടോ, അതിൻ്റെ ഫുഡ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ. ഒരു കുഞ്ഞ് തോട്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിറച്ചും വീടുകളാണ് അടുപ്പിച്ച്. പിന്നെ ഇവിടെ എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയൊരു ക്ലോസറ്റ്. ഈ സൈഡിങ്ങിൻ്റെ ഇത് ഇവർ മിക്ക സ്ഥലത്തും വെച്ചിട്ടുണ്ട്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഒരു ആൻറ്റിക്ക് ടച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവർ കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയേക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ ഉള്ളിൽ. പിന്നെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. ഈ ലൈറ്റ് നല്ല രസമായിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ചെറിയൊരു ടേബിള്. എൻ്റെ ചെയറൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെയുണ്ട് വേറെ ബെഡ്റൂം. സ്റ്റെയർ കേസ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ബാൽക്കണി ഉണ്ടെന്നോ. ഇത് ബാൽക്കണിയാണോ? ഇത് ബാൽക്കണി. അവരുടെ വണ്ടി പോയി. ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോട്ടെ. അവർ പോയിട്ട് രണ്ടാമത്തെ ട്രിപ്പും വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പട്ടി വന്നിരിക്കുന്നുണ്ട്. അത് കാരണം അവർ നീന വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ട് നിൽക്കുകയാണ്. പോടാ മോർനോ. ഇനി ഉണ്ടോ മോളെ സാധനങ്ങൾ? ഇനി ഉണ്ടോ? അതേന്നാലും അലീനയ്ക്ക് നീനയ്ക്ക് നല്ല പണിയുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് അവർക്ക്. അപ്പോൾ അവരെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. ട്രിപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നൊരു സാധനം, സ്റ്റിക്കിൻ്റെ സാധനം റാക്കാന്നും.
ഇനി നിങ്ങളെന്നെ വേറൊരു സാധനം കാണിച്ചിട്ട് കേട്ടോ. ഇതാട്ടോ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ്. ഇതാണ് ശരിക്കും ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭൂമിയുടെ നേരെ ലെവലിലാണ് നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, നേരെ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ബേസ്മെൻറ്റ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നാ ഈ സ്റ്റെയർ കേസ് വെച്ചിട്ട് ഈ സ്റ്റെയർ കേസുമ്പോൾ കൂടെ ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? നീ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന? ഞാൻ പോണില്ല. ഇതിൻ്റെ ഉള്ളിൽ പോയി ചിലപ്പോൾ ഇടിഞ്ഞുകൊണ്ട് വീഴും. അതിൻ്റെ സ്റ്റെയർ കേസൊക്കെ അങ്ങനെ ഇരിക്കണേ. അതിൻ്റെ അടിയിലേക്ക് വേണമെങ്കിൽ ഇറങ്ങി പോകാം. പക്ഷെ ഞാൻ പോണില്ല. അതിൻ്റെ സ്റ്റെപ്പൊക്കെ നോക്കിയൊക്കെ അമ്മേ മുകളിലേക്ക് കയറി പോകുന്ന സൗണ്ടാണ് അത് കേൾക്കുന്നത്. മുകളിലെ സ്റ്റെയർ കേസ് ഇതിൻ്റെ നേരെ മുകളിലാണേ. ഇതാണ് അതിൻ്റെ ബേസ്മെൻറ്റ്. അടിയിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഞാൻ ഇറങ്ങണില്ല. ഇതിൻ്റെ ഈ ലാഡർ ഇരിക്കുന്നതൊന്നും അത്രയ്ക്ക് ബലത്തിലൊന്നല്ല ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ കാണാമായിരുന്നു. വേറെ ഒന്നും ഉണ്ടാവില്ല. ഉള്ളിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഡീപ്പായിട്ട് കിടക്കുക. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വീണിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും മർഡർ പറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് തുറക്കരുതെന്ന് പറയണം. പിള്ളേർ കൈ അങ്ങനെ തെറ്റിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണത് ഏതാണ്ട് കിണറിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന പോലെ അത്രയ്ക്ക് ഡീപ്പാണ്. അത് സ്റ്റെയർ കേസ് വെച്ചേക്കണത്. ഇതാണ് കേട്ടോ ശരിക്കും നമ്മൾ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഭൂമിയുടെ അടിയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. എൻ്റെ അമ്പ കണ്ടിട്ട് പേടിയാവണം എനിക്ക്. അത് ഗോസ്റ്റ് താമസിക്കുന്ന സ്ഥലമാണ് അത്. ഈ ചർച്ചാന്നോണല്ലേ, നല്ല രസമുണ്ട് ഈ ചർച്ച കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അലീനയുടെ വീട്ടിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാട്ടെ. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മിയയുടെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ സമയം 1:15 ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് എന്താ തായ. ഇനി നമ്മളപ്പോൾ പോണത് തായ് ഫുഡ് കഴിക്കാനായിട്ടാ പോണത്. ചിക്കൻ സൂപ്പ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. ഇപ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും. ഇവിടെ സമയം 2:30 ആയിട്ടുണ്ട്. ഇത് ടൗൺ ആണെന്നോ?